അവർ പോട്ടെ ഡിഫമേഷന്, ആരെങ്കിലും ഒരാൾ പോട്ടെ, ഞാൻ തന്നെ പോകണമെന്നില്ലല്ലോ. ഓപ്പോസിറ്റ് പാർട്ടി പോട്ടെ ഡിഫമേഷന്, നമുക്ക് കാണാം. ഇല്ല എന്ന് കരുതുമ്പോഴും നമുക്ക് കുറേ ഫാക്ടേഴ്സ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും പറയും, പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് കാര്യങ്ങളും മറ്റു വിഷയങ്ങളും എനിക്ക് റൺ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ മറ്റ് ഫാക്ടേഴ്സൊക്കെ നോക്കേണ്ടിയുണ്ട്. അപ്പോൾ അവിടെ ഈ ലീഗൽ വിഷയങ്ങളും മറ്റുള്ള ഇതിലുമൊക്കെ ഞാൻ ഇറങ്ങാൻ തയ്യാറാണോ എന്നുള്ളത് എനിക്ക് തന്നെ ആലോചിക്കേണ്ട കേസും ഫാമിലിയായിട്ട് ഇരുന്ന് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇയാളെ പോലുള്ള ആളുകളൊക്കെ ശിക്ഷ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരാൾ മാത്രമല്ല, അതിനൊരു മൾട്ടിപ്പിൾ അപ്രോച്ച് വേണം എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ബഹുജനമായ അപ്രോച്ച് അതിന് വേണം. അതിൽ ഒരാൾ മാത്രമല്ല, അതിൽ കുറേ ഫാക്ടേഴ്സ് ഉള്ളത്. ആ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴേ ഈ പ്രോസസ്സ് കൃത്യമായി ഇംപ്ലിമെൻ്റ് ആവുള്ളൂ. അല്ല ഒരാൾ മാത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നു. ഇല്ല ഇല്ല, ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അല്ല, അതിൽ നല്ല വിശ്വാസമുണ്ട്. ആരെങ്കിലും വിളിച്ച് ഈ പലവട്ടം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ, അനുകൂലമായിട്ടോ എന്തെങ്കിലും? വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അത് എന്താണ്, നമുക്കിപ്പം വിളിക്കാൻ വേണ്ടി വിളിച്ച കുറേ കോളുകളാണ്, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്ന കുറച്ച് കോളുകളാണ്. അതിനകത്ത് അങ്ങനെ വലിയ സത്യസന്ധതയുണ്ടോ ഒന്നും തോന്നുന്നില്ല എനിക്ക്. അതൊക്കെ ആ ഒരു കോളോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ചിലർ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി വിളിക്കും, ഞാനുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടി വിളിക്കുന്ന കോളുകളാണ്. അതങ്ങനെ അലാഘവത്തോടെ എടുത്തങ്ങ് കളയും. ആരും അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നുള്ളത് വളരെ മിക്കവരും വിചാരിച്ചിരുന്നത് എനിക്കെന്തോ ഭയങ്കര, ഞാൻ കണ്ടതാണ്, അസൂയ മൂത്ത് എനിക്ക് എന്ത് അസൂയയാണ് ഇദ്ദേഹത്തിനോട്. ഒരു അസൂയല്ല. എന്നെ ഉപദ്രവിക്കാൻ വന്നു, ആ വിഷയം ഞാൻ മരണം വരെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്തിനു ഭയപ്പെടണം? ഈ പോയിന്റിൽ ഞാൻ ഐ ഹാവ് നത്തിങ് ടു ലൂസ്. അത് ഭയത്തിന്റെ കാര്യമൊന്നും അല്ല, അത് പേഴ്സണലാണ്. അത് ഭയമല്ല. അതിൽ അങ്ങനെ ഇപ്പം നമ്മൾ കേസ് കൊടുത്തില്ല എന്നാൽ പിന്നെ ഓപ്പോസിറ്റ് ആൾക്ക് കേസ് കൊടുക്കാമല്ലോ. താങ്കൾ അവരോട് ചോദിക്കും, സിദ്ദിഖിനോട് ചോദിക്കും, എന്തുകൊണ്ട് ഞാനിത് പറയുമ്പോൾ അവർക്ക് കേസ് കൊടുക്കാമല്ലോ. എന്തിനാണ് ഇപ്പോൾ സർവൈവേഴ്സ് മാത്രം കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അവർക്ക് പലർക്കും പേഴ്സണലി കുറേ പ്രശ്നങ്ങളുണ്ട്, ഫാമിലി സപ്പോർട്ടില്ല, പലരും മാരീഡ്, കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ഫാക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വ്യക്തിപരമായിട്ട് സുഹൃത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യുന്നതാണ്. അല്ലാതെ അവരൊന്നും നിയമപരം ഇസ് നോട്ട് ഈസി. ലൈക്ക് വാട്ട് യു സെഡ്, ഇറ്റ്സ് നോട്ട് ഈസി പ്രോസസ്സ്. അത് ഇറങ്ങിയ ആൾ തന്നെയാണ്. പേടിയല്ല എൻ്റെ ഫാക്ടർ. അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പേടിയൊന്നും അല്ല. പേടി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഈ ഹൈ റിസ്കിൽ എൻ്റെ കരിയറും പോയി ഞാൻ എന്തിനു സംസാരിക്കണം? ഓക്കെ, എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് ഇതാണ് എൻ്റെ റിയാലിറ്റി. എനിക്ക് ഇതിനപ്പുറത്തേക്ക് അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം അങ്ങനെ അന്നത്തേത് എന്താണോ അതുപോലെ ചെയ്യും ചേട്ടാ. എനിക്ക് അത്രേ അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിതാണ് എൻ്റെ റിയാലിറ്റി. ഭാവിയിൽ എനിക്കൊരു സെക്യൂരിറ്റി തോന്നട്ടെ, എൻ്റെ ഡ്രീം പോലും എനിക്ക് പണയം വെക്കാതെ എനിക്കൊരു കേസിന് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു സിസ്റ്റം എന്നെ അങ്ങനത്തെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവകാശമുണ്ട്. സർവൈവേഴ്സിന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് സംസാരിച്ചിരുന്നോ? നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു അഷുറൻസ് തരൂ. നമ്മളെ ഇറക്കുമ്പോൾ മിനിമം ഒരു വനിതാ കമ്മീഷനിലെങ്കിലും പോകുമ്പോൾ ഒരു സർവൈവൻ ഇതാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റണം. അവിടെ കയറി പോകുമ്പോഴത്തേനും യാതൊരു തരത്തിലുള്ള പ്രൈവസി പോലും ഇല്ല. പലപ്പോഴും വനിതാ കമ്മീഷനിലൊക്കെ കയറിപ്പോയി ഒരു തരത്തിലുള്ള പ്രൈവസി പോലും ഇല്ലാതെ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ, നമ്മളെ വഴക്ക് പറയുന്ന പോലെ ടോണിലൊക്കെയാണ് അവിടെയുള്ള സ്ത്രീകളെ സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കൊരു സെക്യൂരിറ്റിയും തരാതെ ഈ പറയുന്ന ആരെങ്കിലും കൂടെ കാണുമോ? ഞാനൊരു കേസിന് ഇറങ്ങിയ ആരും കൂടെ കാണൂല. ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം എനിക്ക് ആ സ്ട്രെങ്ത് ഉണ്ടോ, എനിക്ക് ആ മെന്റൽ ഇതുണ്ടോ, എനിക്ക് ആ ഒരു എൻവറോൺമെന്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കും ഞാൻ ഇറങ്ങണം. ഫസ്റ്റ് ആ പിന്തുണ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയണം. അതിനുശേഷം ബാക്കി തീരുമാനം എന്റേതും എൻ്റെ ഫാമിലിയുടേതും വളരെ പേഴ്സണലായി. ആദ്യം വെളിപ്പെടുത്തേണ്ട സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മറ്റു മന്ത്രിമാരും ഭരണ സംവിധാനങ്ങളും ഈ ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടവർക്കൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതല്ല. ഈ ഉറപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആക്ഷനായിട്ട് വന്നാൽ മാത്രമേ നമുക്കത് ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് പല ഉറപ്പിൻ്റെ ബേസിസിലും പല രീതിയിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഉറപ്പൊക്കെ വാക്കിലല്ലാണ്ട് വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാണുമ്പോഴും ഇച്ചിരി സമയമുണ്ട് അതിന്. നമ്മൾ പെട്ടെന്ന് നടക്കുന്ന ഒരു വിഷയമല്ലല്ലോ, നമുക്കൊരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആ വിശ്വാസമൊക്കെ നമുക്ക് തരിക ആക്ഷൻസിൽ തരട്ടെ. അപ്പം നമുക്ക്